ഇപ്പൊ നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് നമുക്ക് സ്നേഹം കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർക്ക് സ്നേഹം കൊടുക്കുക. സ്നേഹം കൊടുക്കുന്ന സമയത്ത് അത് കിട്ടുന്ന ആൾക്ക് എന്തായാലും ഒരു സന്തോഷമാണ്. അതുപോലെ തന്നെ അതിലുപരിയാണ് കൊടുക്കുന്ന വ്യക്തിക്കും ഉണ്ടായിരുന്നു. അപ്പൊ ഒരു സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് അത് കറക്റ്റ് ചെയ്താൽ മാത്രമേ രണ്ടുപേർക്കും സമാധാനം കിട്ടും. അതുപോലെ തന്നെ ഒരാൾക്ക് റെസ്പെക്ട് കൊടുക്കുക. ഒരു ഉദാഹരണം പറയാം, നമ്മളൊരു സ്റ്റേജിൽ ഇരിക്കുകയാണ്. ഒരു സ്റ്റേജിലേക്ക് ഒരാൾ കയറി വരുന്ന സമയത്ത് നമ്മൾ എണീറ്റ് നിന്നിട്ട് അവർക്ക് കൈ കൊടുക്കാറുണ്ട്. പക്ഷെ കൈ വാങ്ങിക്കുന്ന ആളുടെ ഉള്ളിൽ എന്തായിരിക്കും? എന്നെ കണ്ട് അവര് എനിക്കൊരു റെസ്പെക്ട് തന്നു, ഒരു കൈ തന്നു. പക്ഷെ അതിലുപരി ഈ കൊടുക്കുന്ന വ്യക്തിക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. അപ്പൊ അവിടെ രണ്ടുപേർക്കും ഒരേപോലെ സന്തോഷം കിട്ടും. അതുപോലെ തന്നെ അറിവ് കൊടുക്കുക. നമ്മളാൽ കഴിയുന്ന അറിവ് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടാകും. അത് കേൾക്കുന്ന ആൾക്ക് നല്ലൊരു അറിവ് കിട്ടി എന്നുള്ളൊരു സന്തോഷം. അതുപോലെ തന്നെ പുഞ്ചിരി എന്ന് പറയുന്നത്, എല്ലാവരും മ്യൂട്ടാക്കി വെക്കുക. പുഞ്ചിരി എന്ന് പറയുന്നത് നമ്മുടെ നല്ല മൂഡ് വരുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ ഉത്പാദിപ്പിക്കുന്ന ഒരു സെറോട്ടിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ, ഹാപ്പി ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ബ്രെയിനിൽ ക്രിയേറ്റ് ആവും. അപ്പൊ നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാം. അതുപോലെ തന്നെ നല്ല കേൾവിക്കാരനാവുക. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാക്ക് നമ്മളോട് ഒരാൾ പറയുന്ന സമയത്ത് നമ്മളത് മൈൻഡ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അവനേക്കാളും കൂടുതലേക്ക് ഞാൻ അറിവുള്ളവനാണല്ലോ അത് പറയാതെ അവനാ പറയുന്ന വാക്കുകളിലേക്ക് ഒന്ന് ശ്രദ്ധ കൊടുക്കുക. നല്ല മനസ്സുള്ള ആൾക്കാരുടെ കുറച്ച് അടയാളങ്ങളാണ് അവരാരോടും അനാവശ്യമായിട്ട് വഴക്കിടാൻ പോയില്ല. ഇപ്പൊ നമ്മള് ഒരാളെ കാണുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് അവരുമായിട്ട് വഴക്കിട്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ നല്ല ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നല്ല സ്വഭാവത്തിന്റെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവര് മറ്റുള്ള ആൾക്കാരുമായിട്ട് വഴക്കിടാൻ പോകില്ല. അതുപോലെ തന്നെ ആരും വേദനിപ്പിക്കാൻ താല്പര്യം കാണിക്കില്ല. ഏതെങ്കിലും കാര്യത്തിൽ അവരെ മനസ്സ് വേദനിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു കാര്യങ്ങളും അവരുമായിട്ട് അവർ സംസാരിക്കാൻ റെഡിയാവില്ല. അതുപോലെ തന്നെ അസൂയ, കുശുമ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ സന്തോഷം കിട്ടുന്ന പല കാര്യങ്ങളിലും വരുന്നതാണ് അസൂയ, കുശുമ്പ്. പക്ഷെ ഒരിക്കലും നമുക്ക് മറ്റുള്ളവരെ കാണുന്ന സമയത്ത് ഒരു അസൂയ വരാനോ ഒരു കുശുമ്പോ ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടായിരിക്കും. നല്ല മനുഷ്യരാണെന്നുണ്ടെങ്കിൽ, നല്ല ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ മുഖത്ത് എപ്പോഴും നല്ലൊരു പുഞ്ചിരി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളിൽ ഒരാളുമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെറിയ രീതിയിൽ ഒരു തെറ്റ് ചെയ്തെന്ന് കൂട്ടിക്കോ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ചെയ്തെന്ന് കൂട്ടിക്കോ, ഈ സമയത്ത് അവരോട് പോയിട്ടൊന്ന് സോറി പറയുക, അല്ലെങ്കിൽ ഒരു മാപ്പ് പറയുക. ഇത് നല്ല മനുഷ്യർ മാത്രമേ ചെയ്യുള്ളൂ. ഒരിക്കലും ഉള്ളിൽ ഈഗോ ഉള്ള ആൾക്കാർ ഒരിക്കലും മറ്റുള്ളവരും മാപ്പ് പറയാൻ. പക്ഷെ മാപ്പ് പറയുന്നതോട് കൂടിയിട്ട് ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം, ഈ മാപ്പ് പറയുന്നതിനൊപ്പം തന്നെ അത് മനസ്സിൽ നിന്ന് എടുത്ത് കളയാനും ശ്രമിക്കണം. കാരണം ഒരു വെറുമ്പാക്കോട്ട് മാപ്പ് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരെ കളിയാക്കുക എന്നുള്ളത്, മറ്റുള്ളവരെ എപ്പോഴും കളിയാക്കി കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കണം. ഈ ഒരു മനസ്സുണ്ടായിരിക്കുക ആർക്കാണ്? നല്ല മനുഷ്യർക്ക് ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യങ്ങൾ മറ്റുള്ള ആൾക്കാരെ എനിക്ക് സഹായിച്ചു കൊണ്ടിരിക്കണം. അപ്പോ സന്തോഷം, സമാധാനം കിട്ടുന്ന ഏറ്റവും നല്ല മനുഷ്യരായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ മൂന്നാമത്തെ ഒരു ഭാഗത്തിലേക്ക് പോവാണ്, നമ്മുടെ കുടുംബ ബന്ധം. അപ്പോ രണ്ട് കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു, നല്ല സന്തോഷം, അതുപോലെ തന്നെ സമാധാനം. ഇനി മൂന്നാമത്തേതാണ് നമ്മുടെ കുടുംബ ബന്ധം. അപ്പോ ആരൊക്കെ ഇതിൽ കറക്റ്റ് ആയിട്ട് കേൾക്കുന്നുണ്ട്? മൂന്നേന്ന് ചാറ്റ് ചെയ്യാം. ഓക്കെ, സൂപ്പർ. ഒരുപാട് പേര് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, കാരണം ഒരു കുടുംബം എന്നുള്ളത് ഒരു ചങ്ങല പോലെയാണ്. നമ്മളെപ്പോഴും കുടുംബത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, അവരുടെ മക്കള്, നമ്മളും ഒരു മക്കളാണ്, നമുക്കും മക്കളുണ്ട്. അപ്പൊ ഇത് ഒരിക്കലും ഇത് മേലെ ഒരു ചങ്ങല പോലെയാണ് താഴത്തേക്ക് പോന്നിട്ടുള്ളത്. ഒരിക്കലും ഈ ചങ്ങലയുടെ കണ്ണികൾ എവിടെയും തുരുമ്പ് വരാതെ, അല്ലെങ്കിൽ ഒരു കണ്ണി പോലും പൊട്ടിക്കാതെ അത് കോർത്തിണക്കിക്കൊണ്ട് ജീവിതകാലം മുഴുവൻ മരിക്കുന്നത് വരെ ഇരുന്നാൽ നമുക്ക് നല്ല കുടുംബ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പല പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ കാരണം നമ്മൾ പല കുടുംബ ബന്ധങ്ങളും അകന്ന് നിൽക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും കുടുംബ ബന്ധം മുറിച്ചു കളയരുത്. ഇപ്പൊ എന്റെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ, എൻ്റെ വൈഫ്, എൻ്റെ മക്കൾ, ഇതാണ് എൻ്റെ കുടുംബം. പക്ഷെ അതുപോലെ തന്നെ എനിക്ക് വാപ്പുണ്ട്, ഉമ്മുണ്ട്, അവര് ഞാൻ മകനാണ്, അല്ലെങ്കിൽ എൻ്റെ സഹോദരി അവർക്ക് മകളാണ്, അത് അവരുടെ കുടുംബ ബന്ധമാണ്. അപ്പൊ അതൊരു ചങ്ങല പോലെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഒരിക്കലും നമ്മുടെ കുടുംബ ബന്ധം നന്നായിരിക്കണം. നമ്മുടെ അച്ഛന്, അമ്മ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. നമ്മുടെ അച്ഛൻ എന്ന് പറയുന്നത് നമ്മുടെ ആരാണ്? നമ്മുടെ എല്ലാ വേദനകളും നമുക്ക് വേണ്ട വിധത്തിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ വേർപ്പ് അധ്വാനിച്ച് കഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ ഏത് ലോകത്ത് പോയി നമ്മുടെ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് ജീവിതത്തിന്റെ രണ്ടറ്റും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെടുന്നത് നമ്മുടെ ഉപ്പമാരാണ്, അല്ലെങ്കിൽ അച്ഛന്മാരാണ്. ഒരു ഉദാഹരണം പറയാം. ഒരു ഐസ് കട്ട വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ആ ഐസ് കട്ടയുടെ 20% മാത്രമേ അതിന്റെ മേലെ കാണുള്ളൂ. ബാക്കി 80% ആ വെള്ളത്തിന്റെ അടിയിലാവും. ഇതുപോലെ തന്നെയാണ് അച്ഛന്മാരുടെ മനസ്സും. കാരണം അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും.
ഇപ്പോ ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിക്കുന്നത് ആരാണ്? ആണുങ്ങളാണ്, പുരുഷന്മാരാണ്, അച്ഛന്മാരാണ്. കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞു തീർക്കാനും ഒരുപാട് സങ്കടങ്ങൾ കരഞ്ഞു തീർക്കാനും സ്ത്രീകൾക്കൊരു കഴിവ്. പക്ഷെ അച്ഛന്മാർക്ക് അതില്ല. അച്ഛന്മാരെല്ലാം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച് ഈർപ്പ് മുട്ടി നടക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ പല രോഗങ്ങൾ വരാനും അറ്റാക്ക് വരാനൊക്കെ ഏറ്റവും കൂടുതൽ സാധ്യത അവർക്കാണുള്ളത്. അപ്പൊ എപ്പോഴും അച്ഛന്മാർക്കാണ് നമ്മളെ കുറിച്ചിട്ട് ഒരു കാഴ്ചപ്പാടുണ്ടാവും. മക്കളെ കുറിച്ചിട്ട് ഒരു കാഴ്ചപ്പാടുണ്ടാകുന്നത് ആർക്കാണ്? അച്ഛന്മാർക്കാണ്. കാരണം ഉപ്പമാർക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാവും. ഒരു 3 വയസ്സായ കുട്ടി അല്ലെങ്കിൽ 3 മാസമായ ഒരു കുട്ടി എനിക്കുണ്ടെങ്കിൽ ആ കുട്ടി 30 വയസ്സാകുമ്പോ എന്തായി തീരണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് അത് അച്ഛനിക്കേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ അമ്മക്കും കാഴ്ചപ്പാടുണ്ടാവും. എന്ത്? ഈ എന്റെ കുട്ടിയിലൂടെ വരുന്ന തലമുറ എന്തായി തീരണം, ഇവരാരായി തീരണം, ഇതിൽക്കൂടെ ഏതെല്ലാം തലമുറകൾ കടന്നു വരണം എന്നുള്ളൊരു ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കുന്നത് നമ്മുടെ അമ്മമാർക്കാണ്. അപ്പോ ഒരു മുൻപരിചയങ്ങളും ഇല്ലാത്ത, ഒരു തരത്തിലുള്ള ബന്ധങ്ങളില്ലാത്ത 2 ശരീരം കൂടിച്ചേരുമ്പോ നമ്മളൊരു ഭാര്യ ഭർത്ത ഒരു ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് പിന്നെ പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് നമ്മളൊരു വിവാഹം എന്നുള്ള ആ ഒരു ഇതിലേക്ക് വരുന്നത്. പക്ഷെ അത് ഒരുപാട് പേർക്ക് ഹാപ്പിനെസ്സിലേക്ക് വരാറുണ്ട്, ഒരുപാട് പേർക്ക് അത് സങ്കടങ്ങളിലേക്ക് പോകാറുണ്ട്. ജീവിതത്തിലെ ആഗ്രഹിച്ച രീതിയിലുള്ള ആ ഒരു റിസൾട്ട് കിട്ടാതാകുമ്പോ, അല്ലെങ്കിൽ ഒരു സന്തോഷം കിട്ടാതാകുമ്പോ, ഒരു സമാധാനം കിട്ടാതാകുമ്പോ പല കുടുംബങ്ങളും തകർന്നു പോകാറുണ്ട്. ഒരിക്കലും നമ്മൾ ഇണചേർന്ന ഭാര്യ ഭർത്ത മക്കൾ എന്നുള്ള ഒരു കുടുംബത്തെ ഒരിക്കലും നമ്മൾ തകരാനുള്ള ഒരു അവസ്ഥ നമ്മളിലൂടെ ഉണ്ടാവരുത്. അതുപോലെ തന്നെ എപ്പോഴും നമ്മുടെ മക്കൾ നമ്മളെ റോൾ മോഡൽ ആവണം. അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ അഡ്രസ്സാണ് മാതാപിതാക്കൾ എന്നത്. മക്കൾക്ക് ഇന്നത്തെ മക്കളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മക്കളും നല്ല ബുദ്ധിയുള്ള മക്കളാണ്. കാരണം നമുക്കൊക്കെ ഒരു 15 വയസ്സിലും 20 വയസ്സിലും അല്ലെങ്കിൽ 12 വയസ്സിലൊക്കെ കിട്ടിയിരുന്ന ബുദ്ധികൾ ഇന്ന് മക്കൾക്ക് 2 വയസ്സിലേ കിട്ടുന്നുണ്ട്. കാരണം ഇന്ന് ചെറിയ 1.5 വയസ്സ് 2 വയസ്സുള്ള കുട്ടികൾക്ക് ഒരു ഐഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് എടുക്കാനും അതിൽ വോയിസ് വിടാനും ഗാലറിയിൽ പോയിട്ട് ഫോട്ടോസ് എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഇന്ന് 2 വയസ്സായ കുട്ടികളെ കൊണ്ട് കഴിയുന്നുണ്ട്. നമുക്കൊക്കെ ഇന്നും ഒരു ഐഫോൺ മര്യാദക്ക് ഉപയോഗിക്കാൻ നമുക്കറിയുന്നില്ല. അപ്പൊ നല്ല ബുദ്ധിയുള്ള കുട്ടികൾ. പക്ഷെ ഇങ്ങനെയുള്ള കുട്ടികളിൽ സ്നേഹം വളരെ കുറവായിരിക്കും. കാരണം അവരുടെ ചിന്തകളും അവരുടെ ആ ഒരു മൈൻഡ് സെറ്റും വേറുള്ള രീതിയിലേക്കാണ് പോകുന്നത്. അപ്പൊ എപ്പോഴും നമുക്ക് സ്നേഹം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് മക്കളെ നമ്മൾ വളർത്തുക. എപ്പോഴും പറയാറുണ്ടല്ലോ, ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. പക്ഷെ അതിൽ ഏറ്റവും നല്ലത് ഞാൻ പറയുമ്പോൾ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നതിനേക്കാളും നല്ലത് മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. കാരണം ഞാൻ ജീവിക്കുന്നത് എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കണമെങ്കിൽ അത് തന്നെയാണ് എന്റെ കുഞ്ഞുങ്ങളും കാണുന്നത്, എന്റെ മക്കളും കാണുന്നത് അത് തന്നെയാണ്, അവര് പഠിക്കുന്നതും അത് തന്നെയാണ്. അപ്പൊ അവരും ആ ഒരു രീതിയിലേക്കേ വരുള്ളൂ ഞങ്ങളെ സ്നേഹിക്കാൻ. പിന്നെ എപ്പോഴും നമ്മുടെ പ്രായം ഒരു പ്രശ്നമേ ആവരുത്. ഒരു ഭാര്യ ഭർത്താവ് എന്നുള്ള ബന്ധം ഒരിക്കലും ഒരു പ്രായത്തിനനുസരിച്ചിട്ട് നമ്മുടെ സ്നേഹം കുറഞ്ഞു പോവുക. ഇപ്പൊ ചില വീടുകളിലൊക്കെ കാണാറുണ്ട്, ഞാൻ കാണാറുണ്ട്. അതായത് ഒരു കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത്, ഇപ്പൊ നമ്മളെ കുട്ടികൾ ഒരു 10 വയസ്സായി അല്ലെങ്കിൽ 8 വയസ്സായി, ഈ സമയത്ത് ഭർത്താവ് പോയി ഒരു റൂമിൽ, ഭാര്യ പോയിട്ട് മറ്റൊരു, ഈ 2 റൂമിലും താമസിക്കുന്നത് പലരും കാണാറുണ്ട്, വിട്ടുകിടക്കുന്ന ഒരു സ്വഭാവം. അപ്പൊ ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അമ്മയുടെ കൂടെ പെൺകുട്ടി കിടക്കും, അച്ഛന്റെ കൂടെ ആൺകുട്ടി കിടക്കും. അപ്പൊ ഈ രണ്ട് ബന്ധത്തിലാണ് ഇതിന്. ഒരിക്കലും കുട്ടികൾ വളർന്നു വരുന്നതോട് കൂടിയിട്ട് അവരെ മാറ്റി കടത്തിയാണ് നമ്മൾ ശീലിപ്പിക്കേണ്ടത്. കാരണം അവരെ വേറെ കിടത്തി. കാരണം ഭാര്യ ഭർത്താവ് മരിക്കുന്നത് വരെ ഒരുമിച്ച് ജീവിക്കാനുള്ളതാണ്. അപ്പൊ എപ്പോഴും നമ്മൾ ആ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കുക. അപ്പൊ തന്നെ കുടുംബത്തിൽ സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ വേണ്ടി വരും. കാരണം ഒരു വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടി വരും. അപ്പൊ നമ്മൾ ഒരുപാട് കല്യാണം കഴിഞ്ഞതിന് ശേഷം, കാരണം നമുക്ക് കല്യാണം എന്നുള്ളത് ഒരു ലൈസൻസ് ആണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കുന്നുണ്ട്, എനിക്ക് ലൈസൻസ് ഇല്ല. ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് ലൈസൻസ് ഇല്ലാതെയാണ് ഞാൻ ഓടിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും ചെക്കിംഗ് ഉണ്ടോ എന്നുള്ളൊരു പേടി ഉണ്ടാവും, അല്ലെങ്കിൽ പോലീസുകാർ കാണുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവും, അല്ലെങ്കിൽ എന്റെ പേരിൽ ഫൈൻ അടിക്കുമോ എന്നുള്ള, അങ്ങനെ പല ഭയത്തോട് കൂടിയിട്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്യുക. പക്ഷെ എനിക്കൊരു ലൈസൻസ് കിട്ടുന്ന സമയത്തോ, ഈ ലൈസൻസ് കിട്ടുമ്പോൾ ഞാൻ ഹാപ്പിയാണ്. ആരുടെ മുന്നിലൂടെ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. ഇതേപോലത്തെ ഒരു ലൈസൻസ് ആണ് നമ്മുടെ വിവാഹം എന്നത്. ഇത് കിട്ടിക്കഴിയുമ്പോഴാണ് പല പ്രശ്നങ്ങളും ആ ഒരു ലൈസൻസോട് കൂടിയിട്ട് കുടുംബത്തിൽ വരാൻ തുടങ്ങും. ഇതില് പ്രേമിച്ച് കല്യാണം കഴിച്ച ആരെങ്കിലും ഒന്ന് അനലൈസ് ചെയ്താ, പ്രേമിച്ച് കല്യാണം കഴിച്ചവര് ഈ പ്രേമിക്കുന്ന സമയത്ത് ഒരിക്കലും ദേഷ്യം കാണിക്കൂല, ഒരിക്കലും വഴക്ക് പറയില്ല. കാരണം അവിടെ ഹാപ്പിനെസ് മാത്രമേ കൊടുക്കുള്ളൂ. കാരണം ഇതേറ്റ കൈവിട്ട് പോയെങ്കിലോ എന്ന് കരുതിയിട്ട് അവിടെ സന്തോഷം മാത്രമേ കൊടുക്കുള്ളൂ. അപ്പൊ എല്ലാം വാരിക്കൂരി കൊടുക്കും. പക്ഷെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു പ്രേമിച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ചില സ്വഭാവങ്ങളിൽ മാറ്റം. അപ്പൊ അവര് പറയും, ഇതുവരെ ഉണ്ടായിരുന്ന സ്വഭാവം അല്ലല്ലോ ഇപ്പൊ. കാരണം എന്താ, അവിടെ നമുക്ക് ലൈസൻസ് കിട്ടി, അപ്പൊ എന്തും പറയാം എന്നുള്ള ആ ഒരു ലൈസൻസ് ആണ്. അപ്പോ ചില വിട്ടുവീഴ്ചകള് കാരണം വാക്ക് തർക്കങ്ങൾ ഉണ്ടാവുക,
എന്തെങ്കിലും ഒന്ന് പറയുന്ന സമയത്ത് അത് നമുക്ക് ഇഷ്ടപ്പെടൂല. അപ്പൊ നമ്മൾ ഒന്ന് പറയും. അപ്പൊ അതിന് നേരെ വിപരീതമായിട്ട് രണ്ട് പറയും. അതുപോലെ തന്നെ ദേഷ്യം, എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് ദേഷ്യം കാണിക്കുക. ചില ഭാര്യ ഭർത്ത ബന്ധത്തിൽ കണ്ടിട്ടുണ്ട്, ഭർത്താവ് ഭാര്യനെ അടിക്കുന്നത് പലരും കാണാറുണ്ട്. വഴക്കിടുന്നത്, അടിക്കുന്നത്. ഒരിക്കലും അടിക്കാൻ പാടില്ല. കാരണം നമ്മുടെ വീട്ടു ജോലി ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഒരിക്കലും അല്ല ഒരു ഭാര്യ എന്നുള്ളത് നമുക്ക് സന്താനം തരാനും ആ കുഞ്ഞുങ്ങളെ നോക്കാനും, കുഞ്ഞുങ്ങൾ നോക്കാൻ പോലും അധികാരമില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോ അയച്ചിട്ട് ആരും കുട്ടികളെ നോക്കാതിരിക്കരുതിട്ടാ. എന്റെ വാക്കിട്ട് ഇനി ഒന്ന് പോയിട്ട് ഇനി കുട്ടികളൊക്കെ ഭർത്താവിന്റെ അടുത്ത് കൊടുത്ത് നിങ്ങൾ നോക്കിപ്പെടുന്ന ആരും പറയരുത്. അപ്പോ അങ്ങനെയുള്ള അടിക്കുന്ന ശീലങ്ങൾ, അതുപോലെ എന്തെങ്കിലുമൊക്കെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാതെ ആ ഭക്ഷണം അവിടെ വെച്ചുകൊണ്ട് പുറത്തു പോവുക, വീട് വിട്ടു പോവുക, കയ്യിൽ കിട്ടിയത് എടുത്തിട്ട് എറിഞ്ഞു പൊട്ടിക്കുക, ഇതൊക്കെ ഒരുപാട് വീട്ടില് ഇത് കണ്ട കാര്യം. ഒരിക്കലും ഇതൊക്കെ നമ്മുടെ മക്കളുടെ മുന്നിൽ വെച്ചിട്ട് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം നമ്മളെ മക്കളും നാളെ വളർന്നു വരുന്നവരാണ്. അപ്പൊ അവരെ മുന്നിൽ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ നമുക്ക് ദേഷ്യത്തിൽ പറയാണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ബെഡ്റൂമിന്റെ ഉള്ളിൽ മാത്രം ഒതുക്കി വെക്കാനുള്ള ഒരു സംഭവമാണ്. അപ്പൊ എപ്പോഴും പകരം എന്ത് വേണം? നമ്മള് സ്നേഹം കൊടുക്കുക മാത്രം. നന്നായിട്ട് എത്രത്തോളം നമുക്ക് സ്നേഹം കൊടുക്കാൻ പറ്റും. അതുപോലെ ക്ഷമ, ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് ക്ഷമ എന്നുള്ളത്. കാരണം എന്താ വെച്ചാല് എന്തെങ്കിലും പറയുന്ന സമയത്ത് നമ്മൾ ക്ഷമിച്ചോളണം. ക്ഷമ നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യും. അതുപോലെ വിട്ടുവീഴ്ച. ഇപ്പൊ വിട്ടുവീഴ്ച എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ രണ്ടുപേരും ഒരു പ്രശ്നം നടക്കുക. ഉദാഹരണം, എന്റെ കയ്യിൽ ഒരു റബ്ബർ ഉണ്ട്, ഇത് നോക്കിക്കോളൂ. ഈ ഒരു റബ്ബർ നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്നുണ്ടാവും. ഇത് രണ്ട് വ്യക്തികളാണെന്ന് ഉദ്ദേശിക്കുക. ഇപ്പൊ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ട് വ്യക്തികളാണ്. ഒരാൾ വിട്ടു കഴിഞ്ഞാൽ അവിടെ രണ്ടുപേർക്കും പ്രശ്നമില്ല. അതേ മറിച്ച് ആ പ്രശ്നം മൂർച്ഛിച്ച് ഒരുപാട് വലിയ പ്രശ്നത്തിലേക്ക് എത്തുന്ന സമയത്ത് ഒരാൾ വിട്ടുപോകും. അപ്പൊ ഇതിന് വന്നിട്ട് അടിക്കും. ആ വേദന കൊണ്ടാണ് പിന്നെ ജീവിതകാലം മുഴുവൻ നടക്കുന്നത്. ആ ഒരു വേദന ഉള്ളിൽ വെച്ചിട്ട്. അപ്പൊ ഒരിക്കലും നമുക്ക് മരണം വരെ പിന്നെ ആ ഒരു വേദന ഒരിക്കലും നമ്മൾ മറന്നു പോവില്ല. അപ്പൊ എപ്പോഴും ചില വിട്ടുവീഴ്ചകള്. അതുപോലെ തന്നെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുക. ഇന്നിപ്പോ ഭക്ഷണം കഴിക്കുന്നതിൽ പോലും ഒരു, കാരണം മക്കള് വേറെ, അച്ഛനമ്മ വേറെ, കിട്ടുന്ന പല പല സമയങ്ങളിൽ എപ്പോഴും നമ്മൾ ഒരുമിച്ചിരുന്ന്, ഉച്ചക്കാണ് ഭക്ഷണം കഴിക്കുന്നത്, രാത്രിയാണെങ്കിലും ഒരുമിച്ചിരുന്ന് മക്കളും ഒത്തിട്ട് നമ്മൾ ഒപ്പം ഭക്ഷണം കഴിക്കുക. അതുപോലെ തന്നെ അറിയാവുന്നവര് ചാറ്റ് ചെയ്തോളൂ, ഇല്ലാതെങ്കിൽ ഞാൻ തന്നെ പറയാം. അതായത് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടുന്ന സ്നേഹം. ഓക്കെ, അവൻ ജനിക്കുന്നതിന് മുന്നേ നമ്മൾ സ്നേഹിച്ചു തുടങ്ങും. അച്ഛനും അമ്മയും നമ്മളെ കണ്ടിട്ടില്ല, നമ്മൾ ഭൂമിയിലേക്ക് ജനിച്ചിട്ടില്ല. അതിനു മുന്നേ കാണുന്ന ഒരു സ്നേഹമാണ് അവരിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ മറ്റുള്ളവരൊക്കെ തരുന്ന സ്നേഹം നമ്മളെ കണ്ടതിന് ശേഷം മാത്രം കിട്ടുന്ന ഒരു സ്നേഹമാണ്. അപ്പൊ ഏത് സ്നേഹത്തിനാണ് ഏറ്റവും കൂടുതൽ ശക്തി ഉണ്ടാവുക? നമ്മളെ മക്കൾ പോലും പലരും ഇന്നോ ഇന്നലെ കണ്ടവരുടെ പിന്നാലെ പോകുന്ന മക്കൾ നമുക്കുണ്ട്. അപ്പൊ ഒരിക്കലും അച്ഛൻ അമ്മ എന്നുള്ള ഒരു സ്നേഹത്തിൽ അതുപരി വേറെ ഒരാളും നമ്മളെ സ്നേഹിക്കാനില്ല. പിന്നെ അതുപോലെ തന്നെ മക്കളെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ കാലത്ത്. കാരണം മക്കൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത്, അതായത് ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഞാനൊരു കുട്ടികൾക്കുള്ള ഒരു ക്ലാസ് കേട്ടിരുന്നു. അപ്പൊ ആ ക്ലാസ്സിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു. വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് സംസാരിച്ചത്. അപ്പൊ അയാൾ സംസാരിച്ചത് എന്താ വെച്ചാല്, കുട്ടികള് വീട്ടിലേക്ക്, അതായത് വീട്ടിൽ നിന്ന് എത്ര മണിക്ക് പോകുന്നുണ്ട്, എത്ര മണിക്ക് സ്കൂളിൽ എത്തുന്നുണ്ട്, ഇത് നമ്മൾ അന്വേഷിക്കണം. കാരണം ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമാണ്. സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ സ്കൂൾ ഒരാഴ്ചയെങ്കിലും നമ്മൾ അവരെ ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് +1 +2 കോളേജിൽ പഠിക്കുന്ന നമ്മളെ മക്കളെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്. അതുപോലെ തന്നെ അവരുടെ കൂട്ടുകാര് ആരൊക്കെയെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഒരു കുട്ടി സ്കൂളിട്ട് വന്നു കഴിഞ്ഞാൽ റൂം അടച്ച് ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ, അവൻ റൂം അടച്ചിട്ട് ഒറ്റക്കാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ സ്നേഹം തരിക, നമ്മളെ വരിക, കെട്ടിപ്പിടിക്കുക, നമുക്ക് ഉമ്മ തരിക, അങ്ങനെ ഒരുപാട് സ്നേഹം നമ്മളിൽ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ദേഷ്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം കാണിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കൂടുതൽ പൈസ, നമ്മുടെ ആവശ്യത്തിൽ കൂടുതൽ പൈസ ചോദിക്കുന്നുണ്ടെങ്കിൽ മക്കൾക്ക് പൈസ കൊടുക്കണം. കാരണം നമ്മളല്ലാതെ അവർക്ക് കൊടുക്കാനില്ല. കാരണം അയാൾ പറഞ്ഞത്, കുട്ടികൾ ഇന്ന് ഒരു ലഹരിയുടെ പിന്നാലെ പോകുന്ന സമയത്ത് ആരുടെ കൂടെയാണോ ആ കുട്ടികൾ ഉള്ളത്, അവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും നമ്മുടെ ഒരു 100 രൂപ അല്ലെങ്കിൽ ഒരു 200 രൂപ 500 രൂപ അവർക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ പോലും ആ ഒരു ബന്ധമുള്ള ഒരു ഗ്രൂപ്പിലേക്കോ അല്ലെങ്കിൽ അത് ബന്ധപ്പെട്ടിട്ടാണോ നമ്മളിലേക്ക് ആ ഗൂഗിൾ പേ നമ്മൾ അറിയാതെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഗൂഗിൾ പേ ചെയ്തു കൊടുത്ത ആൾ പോലും അകത്താകും എന്നുള്ളതാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഹോസ്റ്റലിൽ പോകുന്ന സമയത്ത് പല മക്കള് അവിടെ ഭക്ഷണം ശരിയല്ല,
റൂം ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് 5-6 പേര് ഒരുമിച്ച് റൂം എടുത്ത് താമസിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണാറുണ്ട്. കാരണം അവരുടെ ആവശ്യങ്ങൾക്കും അവരുടെ സാഹചര്യങ്ങൾക്കും അവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു റൂം എടുത്തിട്ട് അവര് അങ്ങനെ താമസിക്കുന്നത്. അതുപോലെ തന്നെ കാരണം മക്കൾ ഒരിക്കലും വെറുതെ കേടന്ന് പോകുന്നതല്ല. കാരണം ഒരു മക്കളും ഒരു മോനോ ഒരു മോളോ ഒരിക്കലും പല സാഹചര്യങ്ങൾ, അവർക്ക് കിട്ടുന്ന ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ അവർ പോകുന്ന എന്തെങ്കിലും ഒരു വിനോദയാത്ര, ഇതിലൂടെയൊക്കെയാണ് പലരിലേക്കും പോവാനുള്ള ഒരു കാരണമാവുന്നത്. കാരണം കൂട്ടുകെട്ട് എങ്ങനെയാണോ അതുപോലെ ചിലപ്പോൾ ആവാൻ സാധ്യതകളുണ്ട്. ഒരിക്കലും നഷ്ടപ്പെടലിൽ കൊടുത്ത് നമ്മൾ ദുഃഖിക്കാൻ പാടില്ല. കാരണം നഷ്ടങ്ങൾ പലതും സംഭവിക്കും. ഇസ്ലാമിൽ ഒരു തിയറി ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് നഷ്ടപ്പെട്ടത് നിനക്ക് സൃഷ്ടിക്കപ്പെട്ടതല്ല, നിനക്ക് നഷ്ടപ്പെട്ടതൊന്നും നിനക്ക് സൃഷ്ടിക്കപ്പെട്ടതല്ല. എന്നാൽ നിനക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതൊന്നും നിനക്ക് നഷ്ടപ്പെടുകയുമില്ല. നിനക്ക് സൃഷ്ടിക്കപ്പെട്ടത്, നിനക്ക് അർഹതപ്പെട്ടത്, നിനക്ക് ഇഷ്ടപ്പെട്ടത്, വിധിക്കപ്പെട്ടത്, ഇത് 7 ആകാശത്താണെങ്കിൽ പോലും, 7 ആകാശത്തിന് മുകളിലാണെങ്കിൽ പോലും അത് നിന്നിലേക്ക് എത്തുമെന്നും, നിനക്ക് വിലക്കപ്പെട്ടത് നിന്റെ 2 ചുണ്ടുകൾക്കിടയിലാണെങ്കിൽ പോലും അത് നിനക്ക് കിട്ടുകയുമില്ല എന്നുള്ള ഒരു കാര്യം. കാരണം സത്യമാണ്, നമുക്ക് ജീവിതത്തിൽ എന്തെല്ലാം നമുക്ക് വേണ്ടി വിധിച്ചിട്ടുണ്ടോ അതെല്ലാം നമുക്ക് തീർച്ചയായിട്ടും നമുക്കത് കിട്ടും. ഞാൻ 23 വർഷം ഒരു പ്രവാസിയായിരുന്നു. ആ ഒരു പ്രവാസ ജീവിതത്തിന് ശേഷമാണ് ഞാൻ ഹെർബാലൈഫിലേക്ക് വന്നത്. ഹെർബാലൈഫിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ: ഒന്ന് സന്തോഷം, ഒന്ന് സമാധാനം, ഒന്ന് കുടുംബ ബന്ധം. ഈ 23 വർഷത്തിലും ഇതിന്റെ ഒരു ഹാപ്പിനെസ് എന്താണ് എന്നുള്ളത് എനിക്ക് കാണാൻ പറ്റിയില്ല. കാരണം 2 വർഷം 2.5 വർഷം കൂടുമ്പോഴാണ് നാട്ടിൽ വരിക. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 3 മാസം 4 മാസം കയറി പറഞ്ഞാൽ 6 മാസം തിരിച്ചു പോകും. ആ ഇരിക്കുന്ന സമയത്താണ് ഹെർബാലൈഫ് എന്നുള്ള ഒരു ഇൻവിറ്റേഷൻ കയ്യിൽ കിട്ടുന്നതും ഒരു വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നതും. അതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി ഇതെല്ലാം കൂടി കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഹെർബാലൈഫ് എന്ന് മനസ്സിലാക്കി ഞാൻ ഹെർബാലൈഫ് സ്റ്റാർട്ട് ചെയ്തു. നല്ലൊരു വെൽനസ് കോച്ചിന്റെ സഹായത്തോടു കൂടി ഹെർബാലൈഫ് സ്റ്റാർട്ട് ചെയ്തു. ഈ സന്തോഷം, സമാധാനം, അതേപോലെ തന്നെ ആരോഗ്യം എല്ലാം കിട്ടുന്ന ഒരു മേഖലയിലേക്ക് ഹെർബാലൈഫ് എന്നുള്ള ഈ ഒരു ജേണിയിലേക്ക് ഞാൻ എത്തിപ്പെട്ടു. ഇതിന്റെ ഗുണങ്ങള് വെയിറ്റ് ലോസ്, അതുപോലെ തന്നെ നിന്റെ റിസൾട്ട്, അതുപോലെ തന്നെ ഇതൊക്കെ തന്നെയാണ് ഇതിൽ പിടിച്ചുന്നത്. കാരണം ഒരുപാട് ഗുണങ്ങൾ, കാരണം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ. എനിക്ക് പോലും 12 വർഷം ഞാൻ ഗ്യാസ് അസിഡിറ്റിക്ക് ടാബ്ലറ്റ് എടുത്തിരുന്ന ഒരു വ്യക്തിയാണ്. ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് ഭാര്യ എന്തെങ്കിലും കൊടുത്തയക്കണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയാറ് പക്ഷേ ഗ്യാസിന്റെ ഗുളിക കൊടുത്തയക്കുന്നു മാത്രമേ പറയൂ. കാരണം 12 വർഷം ഞാൻ ഗ്യാസ് അസിഡിറ്റിക്ക് ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 5 വർഷം ഫാറ്റ് ലിവറുമായിട്ട് ബിക്കദാസ് ഹോസ്പിറ്റലിൽ ഞാൻ കാണിക്കാറുണ്ട്. പക്ഷെ ഒരു 12 കിലോ വെയിറ്റ് കുറച്ചു. എന്റെ ഭക്ഷണ രീതി മാറ്റി 45 ദിവസം കൊണ്ടാണ് 12 കിലോ വെയിറ്റ് കുറച്ചത്. അപ്പൊ തന്നെ എനിക്ക് ഫാറ്റ് ലിവർ നോർമലായി. അന്ന് മുതൽ ഇന്ന് വരെ ഏകദേശം 6 വർഷം ആവാനായി. പിന്നെ ഞാനൊരു ഗ്യാസിന്റെ ടാബ്ലറ്റ് കഴിച്ചിട്ടില്ല. ഫാറ്റ് ലിവറിന്റെ പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല. കറക്റ്റായിട്ട് വെയിറ്റ് ലോസ് ചെയ്തു. ഈ ഒരു റിസൾട്ടാണ് ഈ ഹെർബാലൈഫ് തുടരാനുണ്ടായ. കാരണം മരിക്കും വരെ ഈ ഒരു ഫുഡ് കഴിക്കണം. പക്ഷെ ഫുഡ് കഴിക്കുന്ന സമയത്ത് എല്ലാവരും ബേസിക് ആയിട്ടുള്ള ഒരു ഫുഡ് ഹെർബാലൈഫിൽ വന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ് കേട്ടിട്ടുണ്ട്. പക്ഷെ നെഗറ്റീവുള്ള ആൾക്കാരോട് ഒരിക്കലും സംസാരിക്കാൻ പോയിട്ടില്ല. ഹെർബാലൈഫിൽ വന്നിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കേട്ടിട്ടുള്ളൂ, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ, പോസിറ്റീവ് ആയിട്ടുള്ള കേൾക്കുന്ന ആൾക്കാർ മാത്രമേ മെസ്സേജുകൾ ഇട്ടിട്ടുള്ളൂ. കാരണം ഒരുപാട് നെഗറ്റീവുകൾ കേൾക്കാറുണ്ട്. ആ ഒരു നെഗറ്റീവിന്റെ പിന്നാലെ ഒരിക്കലും ഞാൻ പോയിട്ടില്ല. എന്നോട് പോലും ഇന്നലെ പോലും പലരും പല ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഒക്കെ ഒരു ക്ലാരിറ്റി അവർക്ക് കൊടുത്തു. വെയിറ്റ് ലോസ് കറക്റ്റ് ആയിട്ട് ചെയ്യുക എല്ലാവരും. വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ബേസിക് ഫുഡ് എടുത്തുകൊണ്ട് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 പ്രൊഡക്റ്റ് കൂടി അതിന്റെ ഒപ്പം എടുക്കാനുള്ള കാര്യം ചെയ്യാം. കാരണം വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് ഏറ്റവും ഉപകാരപ്പെട്ടത് മൾട്ടിവിറ്റാമിന്, അതുപോലെ സെൽ ആക്ടിവേറ്റർ, സെല്ലുലോസ്. കാരണം മൾട്ടിവിറ്റാമിൻ എടുക്കുക, ഒരു 5 കളറുള്ള പച്ചക്കറി 5 കളറുള്ള ഫ്രൂട്ട്സ് ഒക്കെ എടുക്കുമ്പോഴല്ലേ നമുക്ക് കറക്റ്റ് ആയിട്ട് ബോഡിക്ക് മൾട്ടിവിറ്റാമിൻ കിട്ടുള്ളൂ. അപ്പൊ വെയിറ്റ് ലോസ് ചെയ്യുന്ന ഒരാൾക്ക് ഇതുപോലെ മൾട്ടിവിറ്റാമിൻ ഒരുപാട് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫുള്ള് സെല്ലുകൾ ആക്റ്റീവ് ആവണം. ആക്റ്റീവ് ആണെങ്കിൽ നമ്മുടെ ഫുഡാണ് സെൽ ആക്ടിവേറ്റർ. അതുപോലെ തന്നെ സെല്ലുലോസ്, നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളും തൂങ്ങി കിടക്കുന്നത്, അതുപോലെ തന്നെ ചാടി കിടക്കുന്ന പലതരത്തിലുള്ള ഫാറ്റ്, അതൊക്കെ കുറച്ച് ബോഡി ഷേപ്പ് ആക്കി സ്കിന്നിനെ ടൈറ്റ് ആക്കിയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് നമുക്ക് സെല്ലുലോസ്. അപ്പൊ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ റിസൾട്ട് ഒരുപാട് പേരിലേക്ക് ഒരിക്കലും ഒതുക്കി വെക്കാനുള്ളതല്ല. കുടുംബത്തിലും ഫാമിലിയിലും ഫ്രണ്ട്സിലും ഒക്കെ നമ്മൾ ഈ ഒരു സമൂഹത്തിന്, കാരണം ഒരു നാടിനെ ഒരിക്കലും നമുക്ക് നന്നാക്കാൻ കഴിയില്ല. ഞാൻ നന്നായാൽ എനിക്കൊരു നാടിനെ നന്നാക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഓരോരുത്തരും നന്നായാൽ മാത്രമേ ഒരു നാടിനെ നമുക്ക് നന്നാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഹെർബാലൈഫിൽ വന്നു കേട്ട്
ഒരുപാട് പേരോട് നമ്മൾ ഹെർബാലൈഫിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് അവർ പറയാറുണ്ട്, എനിക്കിപ്പോ ന്യൂട്രീഷൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഡയറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് സാധാരണ ഡയറ്റ് ചെയ്യാൻ പറ്റും, രാത്രി പട്ടിണി കിടക്കാൻ പറ്റും, അല്ലെങ്കിൽ ഭക്ഷണം ഒഴിവാക്കാൻ പറ്റും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ശരീരത്തിലേക്ക് കിട്ടേണ്ട സാധനങ്ങൾ ഒരുപാടുണ്ട്. അതൊരിക്കലും കിട്ടാതെ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അൺഹെൽത്തി ആകും. അതുപോലെ തന്നെ രോഗങ്ങൾ എങ്ങനെ മാറും, പലരും ചോദിക്കാറുണ്ട് എങ്ങനെ നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ രോഗങ്ങൾ മാറുന്നത്. ഇതിൽ അനുഭവമാണല്ലോ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, തൈറോയ്ഡ്, എല്ലാ അസുഖവും മാറുന്നുണ്ട്. പക്ഷെ ഒരിക്കലും മെഡിസിൻ കഴിച്ചിട്ടോ അല്ല, അത് ആ ഒരു രീതിയിലല്ലല്ലോ നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. നമുക്ക് റിസൾട്ട് കിട്ടുന്നത് എങ്ങനെയാണ്, നമ്മുടെ ഫുഡ് ഹാബിറ്റ് ചേഞ്ച് ആക്കുന്നുണ്ട്, ശരീരത്തിന് നല്ല പോഷകാഹാരം കൊടുക്കുന്നുണ്ട്, അമിതമായ ഫാറ്റ് ലോസ് നമ്മൾ ചെയ്യുന്നുണ്ട്, ഫാറ്റിനെ ഒഴിവാക്കുന്നുണ്ട്, ഐഡിയൽ വെയിറ്റ് ആവുന്നുണ്ട്. ഐഡിയൽ വെയിറ്റ് എത്തുമ്പോൾ ഐഡിയൽ ഗുണങ്ങൾ നമ്മുടെ ബോഡിക്ക് കിട്ടും. അങ്ങനെ നമ്മൾ സെല്ലുകൾ ആക്റ്റീവ് ആവുന്നു, ഓർഗൻസുകൾ നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള വർക്കിംഗ് തുടങ്ങും. ആ സമയത്ത് നമുക്ക് ആ മുന്നേ ഒരു 20-25 വയസ്സിലുണ്ടാകുന്ന എനർജി നമുക്ക് കിട്ടും. ആ സമയത്ത് ഒരു അസുഖം ഇല്ലാത്ത ഒരു ബോഡിയായിരുന്നു. ഇതേ ബോഡിയിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ ഹെർബാലൈഫ്. അതുപോലെ തന്നെ പിന്നെ ചിലർ വേണ്ടിട്ട് എത്ര കാലം കഴിക്കണം. അപ്പൊ അവരോട് പറയാൻ വെച്ചാല് എത്ര കാലം കഴിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഭക്ഷണം എത്ര കാലം കഴിക്കും. ഞാൻ ഇദ്ദേഹത്തെ പറയാറുള്ള അവരോട്, ഭക്ഷണം നിങ്ങൾ എത്ര കാലം കഴിക്കും? മരിക്കുന്നത് വരെ കഴിക്കും. അപ്പൊ നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട് ആരോഗ്യമായിട്ട് ഇരിക്കണോ, അതെ ഒരുപാട് മെഡിസിൻ കഴിച്ചിട്ട് 40 വയസ്സിലോ 50 വയസ്സിലോ മരിക്കണോ? കാരണം 70 വയസ്സ് വരെ നമുക്ക് ആയുസ് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഒരു 40 വയസ്സ് വരെയാണ് നമ്മൾ നല്ലൊരു ആരോഗ്യമുള്ളവരായിട്ട് ജീവിക്കുള്ളൂ. ബാക്കി 30 വർഷം ഹോസ്പിറ്റലും മെഡിസിനും. ഇതാണ് എല്ലാവരുടെയും ഒരു ലൈഫ്. അത് നമ്മുടെ ചോയ്സാണ് എത്ര കാലം കഴിക്കണം എന്നുള്ളത്. അതുപോലെ ചിലവർ പറയാറുണ്ട് വെയിറ്റ് കുറയുന്ന, ഞാൻ ചെയ്യുന്നത് കറക്റ്റ് ആണ്, വെയിറ്റ് കുറയുന്നില്ല. അപ്പൊ ഒരിക്കലും ചെയ്യുന്നത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വെയിറ്റ് കുറയാതിരിക്കൊന്നുമില്ല. നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്ക് നമ്മൾ തന്നെ ചെയ്യുമ്പോൾ മാത്രമേ വെയിറ്റ് കുറയാതിരിക്കുള്ളൂ. അതുപോലെ തന്നെ സൈഡ് എഫക്റ്റിനെ കുറിച്ച് സംസാരിക്കാറ്. കാരണം ഞാൻ 5 വർഷം മുന്നേ ഇതിൽ വരുന്ന സമയത്ത് എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ സൈഡ് എഫക്ട് ഉണ്ടാവും. കാരണം ഞാൻ അവനോട് ഒരിക്കലും ചോദിക്കാൻ പോയിട്ടില്ല എന്ത് സൈഡ് എഫക്റ്റ് ആണ് ഉണ്ടാവുക എന്നത്. പക്ഷെ ഞാൻ ഹെർബാലൈഫ് സ്റ്റാർട്ട് ചെയ്തു, ഞാൻ ഇന്ന് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അന്ന് എന്നോട് സൈഡ് എഫക്ട് പറഞ്ഞ ആൾക്ക് ഇന്ന് പല സൈഡ് എഫക്റ്റും ആയിട്ട് അവൻ ഇരിക്കുന്നു. അവൻ ഹെർബാലൈഫിന്റെ ഫുഡ് കഴിച്ചിട്ടു. അപ്പൊ ഒരിക്കലും നമ്മുടെ ഫുഡ് സൈഡ് എഫക്ട് ഉണ്ടാക്കുന്ന ഒരു ഫുഡൊന്നുമല്ല. അതിന് നല്ലൊരു കോച്ചിന്റെ ഹെൽപ്പ് വേണമെന്ന് മാത്രം. കാരണം പലവരും പല ഓൺലൈനിലായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കൊടുന്നു തരുന്ന ഫുഡൊക്കെ കഴിക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും നമ്മുടെ ഫുഡ് വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. കാരണം ഒരു ക്ലബിൽ പോയി ഒരു വെൽനസ് കോച്ചിന്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആഗ്രഹിച്ച രീതിയിൽ റിസൾട്ട് എടുക്കാൻ പറ്റുള്ളൂ. കാരണം ആ ഒരു കോച്ച് പറയുന്ന ഗൈഡൻസ്, ഫോളോ അപ്പ്, ഇതെല്ലാം കറക്റ്റ് കിട്ടിയാൽ നമുക്ക് നല്ല റിസൾട്ട് എടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് ചെയ്യുന്ന ആൾക്കാരുടെ റിസൾട്ടും ഒരു ക്ലബിൽ വന്ന് കണക്ട് ആകുന്ന ആൾക്കാരുടെ റിസൾട്ടും രണ്ടും രണ്ട് രീതിയിലാണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ദൈവം നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അതൊരു സത്യമുള്ള കാര്യം തന്നെയാണ്. ദൈവം നമുക്ക് ചോദിച്ചതെല്ലാം തരും. ദൈവത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളാണ് നമ്മൾ. കാരണം ദൈവം തന്നെ പറയാറുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട, കാരണം ദൈവത്തിന്റെ നമ്മൾ പ്രാർത്ഥിക്കുന്നതായാലും ശരി, നമ്മൾ ആഗ്രഹിക്കുന്നതായാലും ശരി, ദൈവം നമ്മൾ ഒരു മാലാഖ വഴിക്ക് നമ്മൾക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ ദൈവം അവരോട് പറയും എന്റെ ഒരു അടിമയുണ്ട്, അവർ നല്ല വ്യക്തിയാണ്, എപ്പോഴും എന്നെയായിട്ട് അവർ സംസാരിക്കാറുണ്ട്, എന്നോട് പല കാര്യങ്ങളും ചോദിക്കാറുണ്ട്. അപ്പൊ ചില ആൾക്കാർ പറയാറില്ലേ ഞാൻ ദൈവത്തിനോട് എത്ര കാലമായി ചോദിക്കുന്നത്, എനിക്കിതൊന്നും കിട്ടണില്ലല്ലോ, എന്റെ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്നുള്ളത്. പക്ഷെ ദൈവത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഇഷ്ടമുള്ള ആൾക്കാർക്ക് എല്ലാ കാര്യങ്ങളും കുറച്ച് താമസിച്ചിട്ട് കിട്ടും. ദൈവത്തിന് ഇഷ്ടമുള്ള ആൾക്കാർക്കാണ് എല്ലാ കാര്യങ്ങളും താമസിച്ച് കിട്ടുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ദൈവം പറയാറുണ്ട് ഞാൻ അവർക്ക് അത് പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാല് പിന്നെ അവര് എന്നോട് ചോദിക്കൂല. അപ്പൊ അവരുടെ ശബ്ദം കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് എല്ലാം കൊടുക്കണം, ആഗ്രഹിച്ചതൊക്കെ കൊടുക്കണം, പക്ഷെ പതുക്കെ കൊടുത്താൽ മതി. ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത ഒരാളാണെങ്കിൽ ദൈവം അത് പെട്ടെന്ന് കൊടുക്കും, എല്ലാം വാരി വാരി കൊടുക്കും. ദൈവം എന്താ പറയാ, അവൻ ചോദിക്കണതേ എനിക്ക് ഇഷ്ടമല്ല, അവർക്ക് വേഗം കൊടുത്താണ്, അവന്റെ ശബ്ദം കേൾക്കണതേ എനിക്ക് ഇഷ്ടമല്ല എന്നത്. അപ്പോ എല്ലാത്തിനും ഒരു അവസരങ്ങളുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാല് നല്ല ആരോഗ്യത്തിന് നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ഒരു ചെറിയൊരു കഥ ഞാൻ പറഞ്ഞുതരാം. ഒരു ആനയും ഒരു പട്ടി, ഒരു ആനയും ഒരു പട്ടി ഉണ്ടായിരുന്നു. ഇവര് രണ്ടുപേരും ഒരേ സമയത്ത് പ്രഗ്നന്റ് ആയി. പട്ടി 3 മാസം കഴിഞ്ഞപ്പോ പ്രസവിച്ചു. 5 പട്ടിക്കുട്ടികളുണ്ട്. 3 മാസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും പ്രസവിച്ചു. വീണ്ടും 5 പട്ടിക്കുട്ടികളുണ്ട്. അത് തുടർന്നുകൊണ്ട് ഇരുന്നു 18 മാസമായി. 18 മാസമായിട്ട് ആന പ്രസവിച്ചിട്ടില്ല. അപ്പൊ ആന പോയിട്ട്, ഈ പട്ടി പോയിട്ട് ആനോട് ചോദിക്കുക, അല്ലാതെ എന്താ സംഭവം, ഞാൻ നീ ഒരുമിച്ച് പ്രഗ്നന്റ് ആയതല്ലേ, എന്റെ 3 പ്രസവം കഴിഞ്ഞു, എനിക്ക് ഇത്ര കുട്ടികളുണ്ട്, നീ ഇന്നും എന്താ എങ്ങനെ ഇരിക്കുന്നു? അപ്പൊ ആന പറയുന്ന ഒരു വാക്കുണ്ട്, നീ എന്റെ ഉദരത്തിൽ വളരുന്നത് പട്ടിക്കുട്ടിയല്ല, ഒരു ആനക്കുട്ടിയാണ്. ഞാൻ
അത് പ്രസവിച്ചാൽ ഈ ലോകം അവനെ അറിയും. അവർ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ എല്ലാവരും അവനെ ശ്രദ്ധിക്കും എന്നുള്ളൊരു വാക്ക്. കാരണം ചില കാര്യങ്ങൾക്ക് നമ്മൾ കാത്തിരിപ്പ് വളരെ അത്യാവശ്യമാണ്. അപ്പൊ എന്തായാലും നമ്മൾക്ക് ഒരിക്കലും ശരീരത്തെ വളർത്തുന്ന മൃഗങ്ങളാവാതെ ശരീരത്തെ വളർത്തുന്ന നല്ല മനുഷ്യരായി തീരുക എന്നാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും നല്ലൊരു മെസ്സേജ്. അപ്പൊ ഏകദേശം 8:45 ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് 2-3 പേരുടെ റിസൾട്ട് കൂടി കേൾക്കാം. എന്തായാലും എനിക്ക് ഇതുപോലെ ഒരു അവസരം തന്ന എന്റെ സ്പോൺസർ സൈഫുദ്ദീൻ, സുഹറ സൈഫുദ്ദീൻ, നമ്മുടെ സിസ്റ്റം ലീഡർ രാജകുമാർ സാർ, കവിത മാഡം, ഇവർക്ക് എന്റെ ഫ്രം ദം ഹാർട്ടിൽ ഞാൻ താങ്ക്സ് പറയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് 1-2 പേരുടെ റിസൾട്ട് ഷെയർ ചെയ്യാം. ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഹലോ, ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്റെ പേര് അഷ്റഫ്, വയസ്സ് 51. ഞാൻ കരുവാമ്പടി ന്യൂട്രീഷൻ സെന്ററിലാണ് കണക്കായിട്ടുള്ളത്. ഓക്കെ, പറയൂ സാർ. ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് വരുന്നതിന് മുന്നേ ഒരുപാട് അൺഹെൽത്തി സിറ്റുവേഷനിലൂടെയാണ് ഞാൻ വന്നത്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, കൂടാതെ 31-ാമത്തെ വയസ്സിൽ ഒരു ഹാർട്ട് റിലേറ്റഡ് ആയിട്ട് പ്രോബ്ലം വന്ന ഒരു അറ്റാക്ക് കഴിഞ്ഞ ഒരാൾ കൂടിയായിരുന്നു. ജസ്റ്റ് ഈ പ്രോഗ്രാം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കമ്മ്യൂണിറ്റിയിൽ കണക്കായത്. 3 ദിവസം ഈ ഫുഡ് കഴിച്ചപ്പോ ഒരു 1600 വെയിറ്റ് കുറഞ്ഞു. കൂടാതെ ഗ്യാസ് അസിഡിറ്റിക്ക് നല്ല ശമനം കണ്ടു. തുടർന്ന് ഞാൻ ഫുഡ് കഴിച്ചു. 3 മാസം കൊണ്ട് 16.5 കിലോ എക്സസ് വെയിറ്റ് ഉണ്ടായിരുന്നത് കുറച്ച് ആ ഒരു പ്രോസസ്സിൽ 7ഓളം മെഡിസിൻ ഞാൻ ഉപയോഗിച്ചിരുന്നു. ആ 7 മെഡിസിനും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പോ ഞാനും എന്റെ ഫാമിലിയും 4.5 വർഷമായിട്ട് ഫുഡ് കഴിച്ച് വളരെ ഹെൽത്തി ആയി ഹാപ്പി ആയിരിക്കും. ഹോസ്പിറ്റലിസ്റ്റ് ഇല്ല. ഇതിനെല്ലാം എന്നെ കോച്ച് ചെയ്ത് ഗൈഡ് ചെയ്ത എന്റെ സ്പോൺസർ ഗഫൂർ സാർ ആൻഡ് ബെനിഷ മാഡം, സൈഫുദ്ദീൻ സാർ, സുഹറ മാഡം, എല്ലാ അപ്ലൈൻ കോച്ചസിനും എന്റെ സ്വന്തം ഹാർട്ടിന് താങ്ക്സ് പറയുന്നു. താങ്ക് യു ഹർബാലയം, താങ്ക് യു മാർക്യൂസ്. ഒരു സെക്കൻഡ്, നിങ്ങൾക്ക് ഒരു അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? അറ്റാക്ക് വന്ന സമയത്ത് നിങ്ങൾ ഈ പ്രോഗ്രാം എത്ര ഗ്യാപ്പ്, അറ്റാക്ക് വന്നതിന് ശേഷം എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്? ഒരു 14 വർഷം കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുവരെ നിങ്ങൾ സ്ഥിരമായിട്ട് എത്ര മെഡിസിൻ ആണ് കഴിച്ചിരുന്നത്? 7ഓളം മെഡിസിൻ കഴിച്ചിരുന്നു. ഹെർബാലൈഫ് സ്റ്റാർട്ട് ചെയ്ത് എത്ര ദിവസം കൊണ്ട് അത് ഒഴിവാക്കാൻ സാധിച്ചു? ഈ 16.5 കിലോ വെയിറ്റ് കുറഞ്ഞ ആ ഒരു പ്രോസസ്സിൽ 3 മാസം കഷ്ടിയായിട്ടുള്ളൂ. ഒരു 85 ദിവസം മാത്രം എടുത്തിരിക്കുന്നത് ഈ 16 കിലോ വെയിറ്റ് കുറയ്ക്കാൻ. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഒക്കെ ചെക്ക് ചെയ്യാറില്ലേ? ചെക്ക് ചെയ്യാറുണ്ട്, മാസം ചെക്ക് ചെയ്യാറുണ്ട്. സൂപ്പർ. കാരണം മെഡിസിൻ നിർത്തി കഴിഞ്ഞാലും നമ്മൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടലും അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ റിസൾട്ടും നമ്മൾ അറിഞ്ഞിരിക്കലും വളരെ അത്യാവശ്യമാണ്. ഒരിക്കലും കാരണം വെച്ചാൽ എപ്പോഴും നമ്മളെ റിസൾട്ടുകൾ നമ്മൾ ഡോക്ടർമാരുമായിട്ട് തന്നെ എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഒരു ഫുഡ് ഹാബിറ്റും നല്ലൊരു ജീവിതശൈലി, ഭക്ഷണ രീതി മരിക്കുന്നവരെ ആരോഗ്യമായിട്ടിരിക്കാൻ വളരെ ഹെൽപ്പ് ചെയ്യും. താങ്ക് യു, സൂപ്പർ, കൺഗ്രാറ്റുലേഷൻ. സാറിന്റെ പ്രോഗ്രാം വളരെ വാല്യുബിൾ ആയ ഇൻഫർമേഷൻ. സാർ പറഞ്ഞ പല കാര്യങ്ങളിലൂടെ ആയിരുന്നു ഞാൻ സഞ്ചരിച്ചിരുന്നത്. കാരണം ദേഷ്യം മുഖത്ത് വരുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവരുടെ ആരോഗ്യം വളരെ മോശമാണ്. ആരോഗ്യം നഷ്ടപ്പെടുന്ന ഒരാളുടെ മുഖത്താണ് ദേഷ്യം കാണുക. അതുപോലെ തന്നെ പ്രയാസങ്ങൾ. സാർ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഹാർട്ട് ടച്ച് ആയ കാര്യങ്ങളായിരുന്നു. താങ്ക് യു സാർ. സൂപ്പർ. നെക്സ്റ്റ്. ഹലോ ഹലോ പറയൂ. ഹലോ, ഒരാൾ ഓപ്പൺ ചെയ്യൂ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ. ന്യൂട്രീഷൻ സെന്റർ കുടിക്കിമുട്ട. എന്റെ പേര് റഷീദ. ഞാൻ ഇതിൽ വന്നിട്ട് 13 ദിവസമായി. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഷുഗർ കുറച്ച് ഉണ്ടായിരുന്നു. ഇപ്പൊ അടുത്തായിട്ട് 254 ഷുഗർ ഉണ്ടായിരുന്നു. ഇപ്പം മിഞ്ഞാന്ന് നോക്കിയപ്പോൾ 110 പിന്നെ എനിക്ക് കാലുവേദന, മുട്ടുവേദന നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ ഉറക്കം തീരെ കിട്ടലില്ല. പിന്നെ ഒരു അലർജിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു അല്ലേഗ്ര എന്നുള്ള ഗുളിക സ്ഥിരം കഴിക്കണം എനിക്ക്. അതിപ്പോ ഇവിടെ വന്നതിൽ ഞാൻ നിർത്തി വെച്ചിട്ടാ ഉള്ളത്. പിന്നെ അങ്ങനെ ഒരുപാട് ഇഷ്യൂസുകൾ ഉണ്ടായിരുന്നു. എനിക്ക് ഇവിടെ വന്നിട്ട് നല്ല വെയിറ്റും കുറെ കുറക്കാൻ പറ്റി. 3600 കുറക്കാൻ പറ്റി 10 ദിവസം കൊണ്ട്. പിന്നെ എനിക്ക് ഉറക്കം ഭയങ്കര ക്ഷീണം, രാത്രി ഉറക്കം കിട്ടില്ല, പകൽ ഉറങ്ങിപ്പോകും, അങ്ങനെയുള്ള സ്വഭാവം. ഇപ്പൊ രാത്രി 10 മണി നമുക്ക് തന്നെ നല്ല ഉറക്കം കിട്ടുന്നുണ്ട്. ഞാനിപ്പോ ഇത് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്റെ കുടിക്കോട്ട സെന്ററിലെ കോച്ചിനോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. എന്റെ പ്രശ്നത്തിനെല്ലാം പരിഹാരം തന്ന ഈ കോച്ചിനോടും സെന്ററിനോടും വളരെ നന്ദി ചെയ്യുന്നു.
സൂപ്പർ. എന്തായാലും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ആ ഒരു റിസൾട്ട് എടുക്കുക. കോച്ച് എന്താണോ പറയുന്നത് അത് കറക്റ്റ് ആയിട്ട് ചെയ്യുക. മെഡിസിൻ ഒക്കെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അത് നിലവിലുള്ള ഡോക്ടറോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ ഒക്കെ സ്റ്റോപ്പ് ചെയ്യുക. സൂപ്പർ. ആരോഗ്യമായിട്ടിരിക്കുക. കൺഗ്രാറ്റുലേഷൻ. സൂപ്പർ. ഒരാൾ കൂടി റിസൾട്ട് പറയാം. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ കോട്ടയത്തിനടുത്തുള്ള വാഴൂർ കോച്ച് സെന്ററിൽ നിന്നാണ് സംസാരിക്കുന്നത്. എന്റെ പേര് സുബി. എനിക്ക് വയസ്സ് 50. ഞാൻ മെഡിക്കൽ പരമായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. സ്റ്റാഫ് നേഴ്സാണ്. എന്റെ ശരീരത്തിന് വളരെ നാളുകളായി വർഷങ്ങളോളം അനുഭവിക്കുന്ന ശ്വാസം മുട്ടല്, പിന്നെ BP 2 നേരവും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന, പിന്നെ ഫാറ്റി ലിവറ്, ശരീരത്തിന് വളരെയധികം ബുദ്ധിമുട്ട് ആയ അസുഖങ്ങളൊക്കെയും ഉണ്ടായിരുന്നു. അതിനൊക്കെയും വളരെ മാറ്റം. ശ്വാസം മുട്ടല് ഞാൻ ഒരിക്കലും മാറുമെന്ന് വിചാരിച്ചല്ല. ശ്വാസം മുട്ടല് വളരെയേറെ ഇപ്പം ശ്വാസം മുട്ടല് പൂർണ്ണമായിട്ട് മാറി. പിന്നെ BP കഴിഞ്ഞ ദിവസം നോക്കിയപ്പോ BP 2 നേരം കഴിച്ചിരുന്ന മരുന്ന് 1 നേരത്തേക്ക് ആക്കുവാനിടയായി തീർന്ന്. അങ്ങനെ കാലിന് നീര്, പലവിധ, പിന്നെ എനിക്ക് നടക്കാൻ ഭയങ്കര പാടാണ്. കാരണം ഈ കയറ്റം, വലിയ മല പോലുള്ള കയറ്റങ്ങൾ കയറാനോ അങ്ങനെ നടക്കാൻ ഞാൻ ഓട്ടോറിക്ഷയിലാണ് പലപ്പോഴും യാത്ര ചെയ്യാറുള്ള. പിന്നെ കാലിന്റെ വേദന കൊണ്ട്. അപ്പോൾ അതിനൊക്കെയും എന്റെ കിതപ്പ് വളരെയധികം വ്യത്യാസം ശരീരത്തിൽ ഉണ്ടാകുവാൻ ഇടയായി തീർന്ന്. അതിന് എന്നെ സഹായിച്ച എന്റെ കോച്ചിനോടും രാജ്കുമാർ സാർ, കവിത മാഡത്തിനോടും സിസ്റ്ററും എല്ലാവരോടും എന്റെ നന്ദിയെ പറഞ്ഞു. നല്ല റിസൾട്ട്. എന്തായാലും നല്ല സൂപ്പറായിട്ട് റിസൾട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല റിസൾട്ട്. കാരണം കറക്റ്റ് ആയിട്ട് ചെയ്യുക. ഐഡിയൽ വെയിറ്റിൽ എത്തുന്നത് വരെ പ്രോഗ്രാം വിട്ടുപോകരുത്. കറക്റ്റ് ആയിട്ട് ചെയ്യുക. ഓക്കെ, സൂപ്പർ. കൺഗ്രാറ്റുലേഷൻ. എന്തായാലും നമ്മുടെ ടൈം ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പ്രോഗ്രാം അവസാനിപ്പിക്കാം. സൈനിങ് ഓഫ് ഗഫൂർ ഫ്രം പടിഞ്ഞാറങ്ങാട്.